ഈ ആണുങ്ങൾ ഒരിക്കലും ഇമോഷൻലെസ് അല്ല. ചെറിയ കുട്ടിയായിരിക്കുമ്പോ നീ എന്താ കരയാണോ, നീ ആണല്ലേ, അതുപോലെ തന്നെ നീ എന്താ പേടിക്കാണോ, ഇത്രയും ചെറിയ കാര്യങ്ങൾക്ക് പേടിക്കാൻ നിനക്ക് എന്താ നാണയില്ലേ എന്നൊക്കെ ഉള്ള ചെറിയ ചെറിയ ചോദ്യങ്ങൾ കൊണ്ട് കണ്ടീഷൻ ചെയ്യപ്പെട്ട് വന്ന ഓരോ ആൺകുട്ടിയാണ് ഭാവിയിൽ തന്റെ ഇമോഷൻസ് പ്രകടിപ്പിക്കാൻ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. അങ്ങനെയുള്ള ഓരോ ആൺകുട്ടിയും വളരുമ്പോൾ തന്റെ ഇമോഷൻസ് സപ്രസ് ചെയ്ത് വെക്കുന്ന ഒരു അവസ്ഥ കാണാറുണ്ട്. ഇങ്ങനെയുള്ള ആളുകളാണ് പാർട്ട്നേഴ്സിനെ മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുക. സ്വന്തം ഇമോഷൻസ് മാനേജ് ചെയ്യാൻ കഴിയാത്ത ഇങ്ങനെയുള്ള പല മനുഷ്യരും കൂടെയുള്ള പാർട്ട്ണറുടെ ഇമോഷൻസ് പലപ്പോഴും മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നുണ്ട്. പലപ്പോഴും ഇത് അവരുടെ തെറ്റല്ല. ചെറുപ്പകാലം മുതലേ അവർ കണ്ടീഷൻ ചെയ്ത് വെച്ചിട്ടുള്ളത് ഇങ്ങനെയാണ്. അവരുടെ മനസ്സിലുള്ള ഇമോഷൻസ് തന്നെ പലപ്പോഴും അവർക്ക് എക്സ്പ്രസ് ചെയ്യാനോ കാണിക്കാനോ പലപ്പോഴും ഈ ഒരു ചൈൽഡ്ഹുഡ് ട്രോമ കാരണം, ഈ ഒരു കണ്ടീഷനിങ് കാരണം പറ്റാറില്ല. അതുകൊണ്ട് തന്നെ ഓപ്പോസിറ്റ് ഉള്ള ആളെ അവർക്ക് മനസ്സിലാക്കാനും വളരെ ബുദ്ധിമുട്ടായിരിക്കും. പലപ്പോഴും പാർട്ട്നേഴ്സ് തന്റെ വൾണറബിലിറ്റി എക്സ്പ്രസ് ചെയ്യുന്ന സമയത്ത് ഈ ആണുങ്ങൾ പല സമയത്തും സൈലന്റ് ആയി പോവുക, അല്ലാതെ എങ്ങനെ ഇതിനെതിരെ പ്രതികരിക്കുന്ന അറിയാൻ പറ്റാത്തൊരവസ്ഥയിലൂടെ കടന്നു പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പലപ്പോഴും അവർക്ക് അതിന് സാധിക്കാത്തത് ഒരിക്കലും അവർ കണ്ടീഷനിങ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു അവസ്ഥ കൊണ്ടാണ്. പലപ്പോഴും നമ്മുടെ നാട്ടിലുള്ള മിക്ക ആണുങ്ങളുടെയും അവസ്ഥ ഇതാണ്. അവർക്ക് സ്വന്തം ഇമോഷൻസിനെ എക്സ്പ്രസ് ചെയ്യാൻ പോലും പലപ്പോഴും പറ്റാറില്ല. നിങ്ങൾക്ക് ഉണ്ടായ ആ ഒരു മുറിവ് നിങ്ങളുടെ കുറ്റമല്ല, പക്ഷെ നിങ്ങൾ ഹീൽ ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആണ്. നിങ്ങളുടെ പാർട്ട്നേഴ്സിന്റെ ഇമോഷൻസ് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം നിങ്ങൾക്ക് നിങ്ങളുടെ ഇമോഷൻസിനെ മനസ്സിലാക്കാനുള്ള കഴിവ് വേണം. അതുകൊണ്ട് തന്നെ അതിൽ വർക്ക് ഓൺ ചെയ്യുക എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം ചെയ്യേണ്ട ഒരു കാര്യമാണ്.